ഹായ്, എൻ്റെ പേര് ബിബിൻ ജോർജ്. സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ രണ്ടാമത്തെ ഭാഗമാണിത്. അപ്പോൾ ഒന്നാമത്തെ ഭാഗത്ത് ഞാൻ പറഞ്ഞിരുന്നു വളരെ സിമ്പിളായൊരു ഭാഷയാണ് ഇംഗ്ലീഷ് എന്നുള്ളത്. എല്ലാവർക്കും പെട്ടെന്ന് പഠിക്കാവുന്ന ഒരു ഭാഷയാണ് ഇംഗ്ലീഷ്. ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ ചെറിയൊരു ഇൻട്രഡക്ഷൻ സ്പോക്കൺ ഇംഗ്ലീഷിനെ പറ്റി പറഞ്ഞിരുന്നു. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി വേണം. അപ്പോൾ ഐ, യു, ദൈ, വി, ഹി, ഷീ, ഇറ്റ് ഇവ എന്താണെന്ന് ഞാൻ ഒന്നാമത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇനിയിപ്പോൾ ഈ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് ഒരു വാക്കാണ് ക്യാൻ എന്ന വാക്ക്. ക്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിയും അല്ലെങ്കിൽ പറ്റും, എന്നെക്കൊണ്ട് പറ്റും അല്ലെങ്കിൽ എന്നെക്കൊണ്ട് കഴിയും എന്ന് പറയുന്നതിന് രണ്ടർത്ഥം വരുന്ന ഒരു വാക്ക്, അതാണ് ക്യാൻ. ക്യാൻ ക്യാൻ എന്ന വാക്ക് എല്ലാ ആളുകളുടെ ഒപ്പവും നമുക്ക് ഉപയോഗിക്കാം. എനിക്ക് മലയാളത്തിലെ പോലെ തന്നെയാണ്, മറ്റു ഭാഷകളിലെല്ലാം ഇതിന് മാറ്റമുണ്ട്. അപ്പം മലയാളത്തിലെ പോലെ തന്നെ എനിക്ക് കഴിയുമെന്നുള്ളത് നിനക്ക് കഴിയും, നിങ്ങൾക്ക് കഴിയും, താങ്കൾക്ക് കഴിയും, അവന് കഴിയും, അദ്ദേഹത്തിന് കഴിയും, അവൾക്ക് കഴിയും, എല്ലാവർക്കും കഴിയും. അപ്പം ഏത് ഒരു ക്യാൻ എന്ന വാക്ക് ആ കൂട്ടത്തിലെല്ലാം ഉപയോഗിക്കാം. അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞത്? ഐ ക്യാൻ എനിക്ക് പറ്റും അല്ലെങ്കിൽ എനിക്ക് കഴിയും. യു ക്യാൻ നിനക്ക് കഴിയും അല്ലെങ്കിൽ നിന്നെക്കൊണ്ട് പറ്റും. ദൈ ക്യാൻ അവർക്ക് കഴിയും അല്ല അവരെ കൊണ്ട് പറ്റും, എന്തുവാ ആ ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് അവരെ കൊണ്ട് പറ്റും. പിന്നെ വി ക്യാൻ നമ്മൾക്ക് പറ്റും അല്ലെങ്കിൽ ഞങ്ങളെ കൊണ്ട് പറ്റും. ഹീ ക്യാൻ അവന് പറ്റും. ഷീ ക്യാൻ അവൾക്ക് പറ്റും, അവളെ കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റും. ഇനി ഇപ്പം ഈ ഫുൾ സെൻറ്റൻസായിട്ട് പറയാം. ഐ ക്യാൻ കോൾ എനിക്ക് വിളിക്കാൻ പറ്റും. ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. ഐ ക്യാൻ സിങ് വെൽ എനിക്ക് നന്നായി പാടാൻ പറ്റും. ഇനി ഇത് തന്നെ യുവിനോടൊപ്പം പറയാം. യു ക്യാൻ യൂസ് വാട്സപ്പ് യു ക്യാൻ യൂസ് വാട്സപ്പ്. ദേ ക്യാൻ പ്ലേ ഫുട്ബോൾ. വി ക്യാൻ പ്ലേ ക്രിക്കറ്റ്. ഹീ ക്യാൻ പ്ലേ പിയാനോ. ഷീ ക്യാൻ ഡാൻസ് വെൽ. അതായത് വെല്ലെന്ന് ഉപയോഗിക്കുന്നത് നന്നായി ഡാൻസ് കളിക്കാൻ പറ്റും എന്നുള്ളതാണ്. സിങ് വെൽ, ഡാൻസ് വെൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നന്നായി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അർത്ഥം. നന്നായി ചെയ്യുക. ഡാൻസ് വെൽ എന്ന് പറഞ്ഞാൽ നന്നായി ചെയ്യുക, ഡാൻസ് കളിക്കുക. സിങ് വെൽ എന്ന് പറഞ്ഞാൽ നന്നായി പാടുക. പ്ലേ വെൽ എന്ന് പറഞ്ഞാൽ നന്നായി കളിക്കുക. അതിനാണ് ഈ വെല്ല് ഇവിടെ ചേർക്കുന്നത്. അപ്പം ക്യാൻ്റെ ഉപയോഗം നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. എല്ലാ ആളുകളോടൊപ്പം നമുക്ക് എന്തെല്ലാം പറയാം? ഐ ക്യാൻ സിങ് വെൽ, യു ക്യാൻ സിങ് വെൽ, they can sing well, he can sing well, we can sing well, she can sing well. അതായത് എനിക്ക് നന്നായി പാടാൻ പറ്റും, നിനക്ക് നന്നായി പാടാൻ പറ്റും, അവർക്ക് നന്നായി പാടാൻ പറ്റും, ഞങ്ങൾക്ക് നന്നായി പാടാൻ പറ്റും, അവന് നന്നായി പാടാൻ പറ്റും, അവൾക്ക് നന്നായി പാടാൻ പറ്റും. ഇങ്ങനെ എന്തെല്ലാം പറ്റുമെന്നുള്ള കാര്യങ്ങൾ ഇംഗ്ലീഷിലേക്ക് നമുക്ക് ഉപയോഗിക്കാൻ നേരത്ത് ക്യാൻ ചേർത്ത് പറഞ്ഞാൽ മതി. പിന്നെ നമുക്ക് കഴിയുമായിരുന്നു എന്ന് പറയാൻ, എനിക്ക് കഴിയുമായിരുന്നു, അതിന് പറയുന്ന വാക്കാണ് കുഡ്. കുഡ് ക്യാൻ്റെ ഒരു ക്യാൻ എന്ന് പറയുന്നത് ഇപ്പം നടക്കുന്ന പ്രവൃത്തി. കുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് കഴിഞ്ഞു പോയൊരു പ്രവൃത്തിയെ പറ്റി പറയാം. കഴിയുമായിരുന്നു എന്നാൽ ഇപ്പോഴില്ല, ഇപ്പം എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറയുന്നത്. അതിന് ഉപയോഗിക്കുന്ന വാക്കാണ് കുഡ്. അപ്പം ഈ കുഡും എല്ലാത്തിനും കൂടെ ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. നമുക്ക് കുഡും ഉപയോഗിക്കാം. കുഡിൻ്റെ എക്സാമ്പിൾ നമ്മൾ ഉടനെ തന്നെ പറയും. ഐ കുഡ് റൺ 10 miles വെൻ ഐ വാസ് യങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് കഴിയുമായിരുന്നു എൻ്റെ ചെറുപ്പകാലത്ത് 10 മൈൽ ദൂരം ഓടാൻ. അതായത് ഇപ്പോൾ കഴിയുന്നില്ല, അതാണ് ആ ഒരു കഴിഞ്ഞു പോയൊരു സംഭവം. കഴിയുമായിരുന്നു എന്ന് ഉപയോഗിക്കാനായിട്ട് നമുക്ക് കുഡ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഈ ക്യാൻ ഒരു പെർമിഷൻ ചോദിക്കുന്നതിനും ഈ ക്യാൻ ഉപയോഗിക്കാം. ക്യാനും കുഡും ഉപയോഗിക്കാം പെർമിഷൻ ചോദിക്കുന്നതിന്, അനുവാദം ചോദിക്കുന്നതിന്. അനുവാദം ചോദിക്കുക, പെർമിഷൻ ചോദിക്കുന്നതിന്. അപ്പം ക്യാനും കുഡും മാറി മാറി ഉപയോഗിക്കാം. അതായത് ക്യാൻ ഫസ്റ്റിൽ ചേർക്കണം. ക്യാൻ ഐ ഗോ ടു ദ പാർക്ക് ഞാൻ പാർക്കിൽ പൊക്കോട്ടെ. മനസ്സിലായോ? ക്യാൻ ഐ യൂസ് യുവർ മൊബൈൽ ഫോൺ ഞാൻ നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ചോട്ടെ. ക്യാൻ ഐ യൂസ് യുവർ പെൻസിൽ ഞാൻ നിങ്ങളുടെ പെൻസിൽ ഉപയോഗിച്ചോട്ടെ. ക്യാൻ ഐ ടേക്ക് ദിസ് ഞാൻ ഇത് എടുത്തോട്ടെ. അപ്പം അതേ ഭാഗത്ത് തന്നെ നമുക്ക് കുഡ് ഉപയോഗിക്കാം. കുഡ് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്പം കൂടി ബഹുമാനത്തോടെ സംസാരിക്കാനാണ്. ഇംഗ്ലീഷിൽ ബഹുമാനത്തോടെ സംസാരിക്കുന്നതിന്
പൊളൈറ്റ് എന്നാണ് പറയുന്നത്. പൊളൈറ്റായി സംസാരിക്കുക എന്ന് പറയും. പൊളൈറ്റ് എന്ന് പറഞ്ഞാൽ ബഹുമാനത്തോടെ സംസാരിക്കുക. ഇപ്പോൾ ഓഫീസിലെ മുതിർന്ന ഒരു വ്യക്തിയോടാണ് സംസാരിക്കുന്നത്, അവിടെയെല്ലാം നമ്മൾ പൊളൈറ്റ് ആയിട്ട് സംസാരിക്കണം. ക്യാനിന് പകരം നമ്മൾ കുഡ് ഉപയോഗിച്ച് സംസാരിക്കണം. ഇവിടെ കുഡ് ഉപയോഗിക്കുമ്പോൾ കഴിയുമായിരുന്നു എന്ന അർത്ഥത്തിലേക്കല്ല പോകുന്നത്. എന്നെക്കൊണ്ട് പറ്റും, അല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് പറ്റുമോ, നിങ്ങളെക്കൊണ്ട് കഴിയുമോ എന്ന് ചോദിക്കാനായിട്ട് അല്പം ബഹുമാനം ചേർത്ത് ചോദിക്കാൻ ഇവിടെ കുഡ് ഉപയോഗിക്കാം. അപ്പോൾ നമ്മളൊരു പെർമിഷൻ ചോദിക്കുവാണ്, കുഡ് ഐ ഗോ ടു ദ പാർക്ക്? ഓക്കെ, അപ്പം ഞാൻ പാർക്കിലോട്ടൊന്ന് പൊക്കോട്ടെ, അല്ലെങ്കിൽ കുഡ് ഐ യൂസ് യുവർ മൊബൈൽ ഫോൺ? ഇപ്പോൾ ഒരു ഓഫീസിലെ സാറാണ്, സാറിൻ്റെ മൊബൈലൊന്ന് എടുത്ത് നമുക്ക് വിളിക്കണം. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിനോടാണ് ചോദിക്കുന്നതെങ്കിൽ ക്യാൻ ഐ യൂസ് യുവർ മൊബൈൽ ഫോൺ എന്ന് ചോദിച്ചാൽ മതി. ഞാൻ എൻ്റെ മൊബൈലൊന്ന് ഉപയോഗിച്ചോട്ടെ. നമ്മൾ ഓഫീസിലെ ബോസിനോട് ചോദിക്കുന്നെങ്കിൽ സാറിൻ്റെ മൊബൈൽ ഞാൻ ഒന്ന് എടുത്തോട്ടെ എന്ന് വിനീതമായി ചോദിക്കും. അപ്പം വിനീതമായി ചോദിക്കാനായിട്ട് കുഡ് ഐ യൂസ് യുവർ മൊബൈൽ ഫോൺ എന്ന് ചോദിച്ചാൽ മതി. അപ്പം ആ കുഡ് എന്തിനാണോ അവിടെ ഉപയോഗിക്കുന്നത് മനസ്സിലായല്ലോ. അപ്പോൾ കഴിയുമായിരുന്നു എന്നുള്ള അർത്ഥം കിട്ടിയും കുഡിന്. പിന്നെ ഇത് പെർമിഷൻ ചോദിക്കാൻ നേരത്ത് ഞാൻ അത് ചെയ്തോട്ടെ എന്ന് ബഹുമാനത്തോടെ ചോദിക്കാനും കുഡ് ഉപയോഗിക്കാം. ക്യാൻ എന്ന് പറഞ്ഞാൽ പറ്റുമെന്ന അർത്ഥം കിട്ടും, കഴിയുമെന്ന അർത്ഥം കിട്ടും. അപ്പം ക്യാനിന് പകരം കുഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ബഹുമാനത്തോടുള്ള ആ ഒരു ഇത് കിട്ടും. എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതും. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. ക്യാൻ യു പ്ലേ ഫുട്ബോൾ വിത്ത് മീ? എൻ്റെ കൂടെ ഫുട്ബോൾ കളിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? കുഡ് യു പ്ലേ ഫുട്ബോൾ വിത്ത് മീ? അത് ബഹുമാനത്തോടെ ചോദിക്കുകയാണ്. നമുക്കിപ്പം ഒരു മുതിർന്ന അംഗമാണ്, ഫ്രീ ടൈമിൽ കിട്ടി, നമുക്കിപ്പം ഫുട്ബോൾ കളിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? നിങ്ങൾക്ക് എൻ്റെ കൂടെ ഒന്ന് ഫുട്ബോൾ കളിക്കാൻ പറ്റുമോ, അല്ല ചെസ്സ് കളിക്കാൻ പറ്റുമോ? അപ്പം ക്യാൻ യു പ്ലേ ഫുട്ബോൾ വിത്ത് മീ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എൻ്റെ കൂടെ ഫുട്ബോൾ കളിക്കാൻ പറ്റുമോ? കുഡ് യു പ്ലേ ക്രിക്കറ്റ് വിത്ത് മീ? എൻ്റെ കൂടെ ക്രിക്കറ്റ് കളിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? ഓക്കെ, അപ്പം ക്യാനും കുഡും ഉപയോഗിക്കുന്ന വേറൊരു യൂസേജും കൂടി നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഫോൺ എടുത്തിട്ട് ഒരാളെ വിളിക്കുകയാണ്. അപ്പം ക്യാൻ ഐ സ്പീക്ക് ടു ജോർജ്? ക്യാൻ ഐ സ്പീക്ക് ടു ജോർജ്? ജോർജിനോട് സംസാരിക്കാൻ എനിക്ക് പറ്റുമോ? എനിക്ക് ജോർജിനോട് സംസാരിക്കാൻ പറ്റത്തിൽ ജോർജിനെ ഒന്ന് കിട്ടുമോ ലൈനിൽ നിന്നാണ് അന്വേഷിക്കുന്നത്. ഫോൺ മറ്റാരെങ്കിലും എടുക്കുമ്പോൾ ജോർജിനെ ഒന്ന് കിട്ടുമോ? അപ്പം നമുക്ക് കിട്ടും ആ ഒരു ചോദ്യത്തിൻ്റെ അർത്ഥം എന്താണ്? ക്യാൻ ഐ സ്പീക്ക് ടു ജോർജ്? ക്യാൻ ഐ സ്പീക്ക് ടു ബിബിൻ? ക്യാൻ ഐ സ്പീക്ക് ടു യമുന? ക്യാൻ ഐ സ്പീക്ക് ടു തോമസ്? ഇങ്ങനെ നമുക്ക് മാറി മാറി ആരെയാണോ വേണ്ട ക്യാൻ ഐ സ്പീക്ക് ടു. അപ്പം ക്യാൻ ഐ സ്പീക്ക് ടു എന്നുള്ളതിന് പകരം കുഡ് ഐ സ്പീക്ക് ടു ഉപയോഗിക്കുകയാണെങ്കിൽ ബഹുമാനത്തോടായി. കുഡ് ഐ സ്പീക്ക് ടു ജോർജ്? അങ്ങനെ കുഡ് എന്തിനാ ചോദിക്കുന്നത്? ഓഫീസിലെ ബോസിനെ ആയിരിക്കാം. അപ്പം നമ്മളൊരു ഓഫീസിൽ നിന്ന് ഒരാളെ ഒരു ജോലിക്കാരനെ വിളിക്കുകയാണെങ്കിൽ ക്യാൻ ഉപയോഗിച്ചാൽ മതി. കുഡ് ഇങ്ങനെ മാറി മാറി ഉപയോഗിക്കാം. അവിടെ ക്യാൻ ഉപയോഗിക്കുന്ന എവിടെയും നമുക്ക് കുഡ് ഉപയോഗിക്കാം. കുഡ് ഉപയോഗിക്കുന്ന നമുക്ക് ബഹുമാനാർത്ഥം സംസാരിക്കാം. കുഡ് ഐ സ്പീക്ക് ടു എന്ന് വെച്ചാൽ മതി. ക്യാൻ ഐ സ്പീക്ക് ടു, കുഡ് ഐ സ്പീക്ക് ടു, ക്യാൻ ഐ സ്പീക്ക് ടു, കുഡ് ഐ സ്പീക്ക് ടു. അപ്പം നമുക്ക് ആ ഒരു ഓർഡർ മനസ്സിലായിക്കൊണ്ട് ഏതെങ്കിലും ഒന്ന് ചോദിച്ചാൽ മതി, രണ്ടും കൂടി ചോദിക്കരുത്. ക്യാൻ ഐ ഉപയോഗിച്ച് ചോദിച്ച ശേഷം വീണ്ടും കുഡ് ഐ ചോദിച്ച് അവിടെ രണ്ട് ചോദ്യം ചോദിക്കരുത്, ഒറ്റ ചോദ്യം ചോദിച്ചാൽ മതി. ഇതിലേതെങ്കിലും ഒന്ന് ഉപയോഗിക്കുക. പിന്നെ ക്യാൻ ഉപയോഗിക്കുന്നത് എന്തെങ്കിലും ഒരു സഹായം ചെയ്യുന്നതിന്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്തു തരാമെന്ന് പറയാനായിട്ട്. അതിന് നമ്മളിപ്പം കേൾക്കുന്ന നോക്കണം, ഐ ക്യാൻ ഹെൽപ്പ് യു. ഐ ക്യാൻ ഹെൽപ്പ് യു, എനിക്ക് എന്നെ സഹായിക്കാൻ പറ്റും. ഐ ക്യാൻ ഹെൽപ്പ് യു. ഐ ക്യാൻ ഹെൽപ്പ് യു എന്ന് പറഞ്ഞാൽ ഹീ ക്യാൻ ഹെൽപ്പ് യു, അവന് നിന്നെ സഹായിക്കാൻ പറ്റും. അപ്പം ഐക്ക് പകരം ഹീ ഉപയോഗിച്ചപ്പോൾ അവനായി. ഷീ ക്യാൻ ഹെൽപ്പ് യു, അവൾക്ക് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ അവിടെ ഉപയോഗിക്കാൻ പറ്റില്ലാത്തൊരു വാക്കുണ്ട്, രസത്തിന് പറയാൻ പറ്റും. യു ക്യാൻ ഹെൽപ്പ് യു, നിങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ അത്ര ഒരു പ്രശ്നമാണ്, അവനെക്കൊണ്ട് മാത്രമേ നന്നാക്കാൻ പറ്റത്തുള്ളൂ, സ്വയം നന്നായാലും രക്ഷപ്പെടൂ എന്നൊരു രംഗമാണെങ്കിൽ യു ക്യാൻ ഹെൽപ്പ് യു എന്ന് പറയാം. പക്ഷേ യു ക്യാൻ ഹെൽപ്പ് യു ഉപയോഗിക്കണ്ട. ഐ ക്യാൻ ഹെൽപ്പ് യു, എനിക്ക് എന്നെ സഹായിക്കാൻ പറ്റും. ദേ ക്യാൻ ഹെൽപ്പ് യു, അവർക്ക് നിന്നെ സഹായിക്കാൻ പറ്റും. വി ക്യാൻ ഹെൽപ്പ് യു, ഞങ്ങൾക്ക് നിന്നെ സഹായിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഞങ്ങൾക്കെന്നാണ് അവിടെ വെക്കുന്നത്, നമ്മൾക്കെന്ന് അവിടെ വരില്ലല്ലോ. നമ്മൾക്ക് നിന്നെ സഹായിക്കാൻ പറ്റും എന്നുള്ള വാക്ക് അവിടെ ഇല്ല. അപ്പം വിക്ക് രണ്ട് അർത്ഥം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, നമ്മൾ ഞങ്ങൾ. അപ്പം ഞങ്ങൾക്ക് നിന്നെ സഹായിക്കാൻ പറ്റും. വി ക്യാൻ ഹെൽപ്പ് യു ഒരു പ്രശ്നമാണ്, പ്രശ്നപ്പെട്ടിരിക്കുകയാണ്, എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് ആൾക്കാർ പറയുകയാണ് വി ക്യാൻ ഹെൽപ്പ് യു.
പറ്റും. പിന്നെ ഹീ ക്യാൻ ഹെൽപ്പ് യു. ഇപ്പോൾ പണമൊന്നുമില്ല, അവനോട് ചോദിച്ചാൽ ചിലപ്പോൾ പൈസ കിട്ടും. ഹീ ക്യാൻ ഹെൽപ്പ് യു, അവന് തന്നെ ഈ ഒരു കാര്യത്തിൽ സഹായിക്കാൻ പറ്റും. ഷീ ക്യാൻ ഹെൽപ്പ് യു, അവൾക്ക് തന്നെ ചിലപ്പം ഈ ഒരു കാര്യത്തിൽ സഹായിക്കാൻ പറ്റും എന്നുള്ള മനസ്സിലായി. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഓർഡർ മനസ്സിലായി. ഇതുപോലെ തന്നെ ക്യാൻ ഓരോ വാക്കുകൾക്കോടൊപ്പം മാറി മാറി ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. കുറേയധികം നമ്മൾ നന്നായിട്ട് ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്കിത് നല്ല രീതിയിൽ വശമാകും. അപ്പം ഞാൻ ഈ പറയുന്ന വാക്കുകളെല്ലാം നിങ്ങൾ എന്നോടൊപ്പം, ഞാൻ ഇവിടെ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്, അപ്പം നിങ്ങൾ എന്നോടൊപ്പം റിപ്പീറ്റ് ചെയ്ത് പറയുക. എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്ന അത്രയും നേരം നമ്മുടെ മെമ്മറിയിലേക്ക് അത് റെക്കോർഡാവുകയും നമ്മൾ മറന്നു പോകാതിരിക്കുകയും ചെയ്യും. ഐ ക്യാൻ പേ ദ ബിൽ ഫോർ യു, ഞാൻ നിനക്ക് വേണ്ടി ഈ ബില്ല് അടച്ചേക്കാം. അപ്പോൾ ഹോട്ടലിൽ രണ്ടുപേരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ഐ ക്യാൻ പേ ദ ബിൽ ഫോർ യു, ഞാൻ നിനക്ക് വേണ്ടി ഞാൻ നിൻ്റെ ബില്ല് ഇന്നത്തേക്ക് എടുത്തേക്കാം. ഓക്കെ, ഐ ക്യാൻ പേ ദ ബിൽ ഫോർ യു. ഐ ക്യാൻ ഹെൽപ്പ് യു, അല്ലെങ്കിൽ ഐ ക്യാൻ പേ ദ ബിൽ ഫോർ യു. അങ്ങനെ ഐ ക്യാൻ വെച്ച് ഒരു ഹെൽപ്പ് ചെയ്യുന്നതിന്, നിനക്ക് വേണ്ടി ഒരു സഹായം ചെയ്യുന്നതിന് എന്ന് പറയാം. അങ്ങനെ പറഞ്ഞ് ഈ വാക്കുകൾ ഉപയോഗിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഐ ക്യാൻ പേ ദ ബിൽ ഫോർ യു, അതും ഒരു ഹെൽപ്പാണ്. അങ്ങനെ ക്യാനും കുഡും ഒക്കെ ഉപയോഗിച്ച് നമുക്ക് മാറി മാറി ഉപയോഗിച്ച് പോകാം. പിന്നെ എന്തെങ്കിലും ഒരു സാധ്യത പറയുമ്പോഴും ഈ കുഡ് ഉപയോഗിക്കും. കുഡ് ഉപയോഗിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അവിടെ മഴ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കുമെന്നർത്ഥം കിട്ടാനായിട്ട് കുഡ് ഉപയോഗിക്കും. അപ്പം കഴിയുമായിരുന്നു എന്നുള്ള പോലെ, അല്ലെ കഴിയുമായിരിക്കും എന്നുള്ള പോലെ, അതായിരിക്കും, അത് സംഭവിച്ചിരിക്കും എന്നുള്ള അർത്ഥം കിട്ടാനും നമ്മൾ കുഡ് ഉപയോഗിക്കും. ഇറ്റ് കുഡ് ബി റെയിനിങ് ദെയർ, അവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, അവിടെ മഴ പെയ്തിട്ടുണ്ടായിരിക്കും എന്നുള്ള ഒരർത്ഥം കിട്ടി. ഇറ്റ് കുഡ് ബി റെയിനിങ് ദെയർ, അവിടെ മഴ പെയ്യുന്നുണ്ടായിരിക്കും, ചിലപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ അപ്പം മഴ പെയ്യുന്നുണ്ടായിരിക്കും, ഇപ്പോൾ അവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഇറ്റ് കുഡ് ബി റെയിനിങ് ദെയർ. അപ്പോൾ കുഡ് ഒരു സാധ്യത പറയാൻ ഉപയോഗിക്കുക എന്നുള്ള അർത്ഥം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. സ്മോക്കിംഗ് ക്യാൻ കോസ് ക്യാൻസർ എന്ന് നിങ്ങൾ സിനിമ തുടങ്ങുന്ന നേരത്തെ എഴുതി കണ്ടിട്ടുണ്ടാവും. സ്മോക്കിംഗ് ക്യാൻ കോസ് ക്യാൻസർ എന്ന്, അതായത് സിഗരറ്റ് വലിക്കുന്നത് ക്യാൻസർ വരാനൊരു കാരണമാകാം, അല്ലെ സാധ്യതയുണ്ട്. ഈ സാധ്യത പറയാൻ ഇവിടെ ക്യാൻ ഉപയോഗിക്കാം. മനസ്സിലായോ? മലയാള കാര്യത്തിൽ കുഡ് ഉപയോഗിച്ച പോലെ തന്നെ നമുക്ക് ക്യാൻ ഇവിടെ ഒരു സാധ്യത പറയാൻ നേരത്ത് നമുക്ക് ക്യാൻ ഉപയോഗിക്കാം. നിങ്ങൾക്കത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സ്മോക്കിംഗ് ക്യാൻ ക്യോസ് ക്യാൻസർ എന്നുള്ളത് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ ഒരു വേറൊരു സന്ദർഭത്തിൽ ഉപയോഗിക്കുക. അപ്പം ഒരാളിപ്പോൾ പൈസ ഒന്നുമില്ലാതെ ബുദ്ധിമുട്ടുമാണ്. അപ്പോൾ പൈസ ഒന്നുമില്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ ആളോട് മറ്റൊരാൾ പറയുകയാണ്, നിൻ്റെ സഹോദരനോട് ചിലപ്പം നീ അല്പം കാശ് കടമായിട്ട് ചോദിക്കുമായിരിക്കുമെങ്കിൽ അവൻ ചിലപ്പം നിന്നെ സാമ്പത്തികം തന്ന് സഹായിച്ചേനെ, അങ്ങനെ അവൻ ചെയ്തേനെ, അല്ലെങ്കിൽ അത് കിട്ടിയേനെ എന്നൊക്കെ പറയാനായിട്ട് നമുക്ക് കുഡ് ഉപയോഗിക്കാം. അതിന് ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. കുറച്ചുകൂടി കഴിയുമ്പോൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള നമുക്ക് വർക്ക്ഷീറ്റായിട്ടുള്ള ഒരു ക്ലാസ് ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഒരു തുടക്കം, ഇംഗ്ലീഷ് ബിഗിനർ ലെവലിലുള്ളവർക്ക് വേണ്ടിയുള്ള തുടക്കത്തിന് വേണ്ടിയാണ് നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നത്. ചെറിയ ചെറിയ വാക്കുകളിലൂടെ വലിയ വലിയ വാക്കുകളിലേക്ക് നമ്മൾ പോകുന്നതാണ് ഉടനെ തന്നെ. അപ്പം ആ എക്സാമ്പിൾ ഇങ്ങനെയാണ്. യു കുഡ് ആസ്ക് യുവർ ബ്രദർ ടു ലെൻ സം മണി. അതായത് യു കുഡ് ആസ്ക് യുവർ ബ്രദർ ടു ലെൻ സം മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീ എൻ്റെ സഹോദരനോട് ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹം ചിലപ്പോൾ നിന്നെ പണം തന്ന് സഹായിച്ചേനെ എന്നാണ് അതിനർത്ഥം. അപ്പോൾ ഇങ്ങനെയാണ് ക്യാനും കുഡും മാറി 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 ഉപയോഗിക്കുന്നത്. ക്യാന് എന്ന് പറഞ്ഞാൽ കഴിയും, കുഡെന്ന് പറഞ്ഞാൽ കഴിയുമായിരുന്നു. ബഹുമാനത്തോടെ ഉപയോഗിക്കാൻ കുഡ്, അതായത് ഞാൻ ചെയ്തോട്ടെ എന്നുള്ളത് ഉപയോഗിക്കാൻ കുഡ്, ഞാൻ ചെയ്തോട്ടെ എന്ന് ചോദിക്കാൻ ക്യാന്. അങ്ങനെ മാറി 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 ഉപയോഗിക്കേണ്ട സന്ദർഭങ്ങൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു അർത്ഥം അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ എന്ന് മനസ്സിലായിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ട് ഇംഗ്ലീഷ് നമുക്ക് ഇപ്പോൾ ഏകദേശം ഒട്ടുമിക്ക കാര്യങ്ങളും നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. അയ്യു ദൈവി ഉപയോഗിച്ച് നമ്മൾ ഈ ഭാഗങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഓരോ വാക്കുകളും മാറി മാറി ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഫോർമാറ്റ് മനസ്സിലായി കഴിഞ്ഞു ഇതിനോടകം തന്നെ. ഇനി നിങ്ങൾ ഈ ഇതിലേക്ക് വരുന്ന ഓരോ വീഡിയോകളും നിങ്ങൾ എഴുതി എടുത്ത് നിങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റായിട്ട് വായിച്ച് പഠിക്കുക. ഈ ക്ലാസ് ഞാൻ ഇനി ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇംഗ്ലീഷിൻ്റെയും ഹിന്ദിയുടെയും മാറി മാറി അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. പിന്നെ ഈ ചാനലിലെ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇപ്പം ഞാൻ ഈ അവതരിപ്പിച്ച ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ
നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം നിങ്ങൾ സെൻഡ് ചെയ്യുക. നന്ദി.